ചങ്ങായിമാരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, കേരളക്കരയെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് പത്മഭൂഷൺ എന്ന മഹത്തായ അവാർഡ് കേരളത്തിന്റെ കണ്ണിലുണ്ണിയായ നമ്മളെ വെള്ളാപ്പള്ളി നടേശന് കിട്ടി. പത്മഭൂഷൺ മമ്മൂട്ടി കിട്ടിയതിലും പത്മവിഭൂഷൺ നമ്മളെ വി എസ് അച്യുതാനന്ദന് കിട്ടിയതിലും നമ്മളെ മലയാളികളും ആരും ഞെട്ടിയില്ല. പക്ഷെ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശന് കിട്ടിയതില്ല. ആദ്യം ഞെട്ടിയതാരറിയാം, വേറെ ആരുമല്ല, വെള്ളാപ്പള്ളി നടേശൻ തന്നെ. ഈ അവാർഡ് കിട്ടിയതറിഞ്ഞ അവാർഡ് വെള്ളാപ്പള്ളി നടേശൻ എന്താ പറഞ്ഞതറിയാം? ആർക്ക്, എന്തിന്, എനിക്കാ, എപ്പോ? അങ്ങനത്തെ അവസ്ഥയാണ് വെള്ളാപ്പള്ളി നടേശന്. നമ്മളെന്നെ ചോദിക്കുന്നത്, എന്തിനാണ് ഈ അവാർഡ് വെള്ളാപ്പള്ളി കൊടുത്തത്? പക്ഷെ എന്റെ ഏറ്റവും വലിയ സംശയം ഉണ്ടല്ല, വെള്ളാപ്പള്ളി നടേശൻ വാക്കിന് വിലയുള്ള കേരളത്തിലെ ഒരേ ഒരാളായ വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു അവാർഡ് വാങ്ങുമോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ സംശയം. കാരണം കുറച്ച് നാളുകൾക്ക് മുന്നേ കേരളത്തിന്റെ കണ്ണിലുണ്ണിയായ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം അവാർഡുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ മഹത് വചനങ്ങൾ കേട്ടിട്ട് വന്നല്ലോ വെള്ളാപ്പള്ളി പറഞ്ഞ ആ മഹത് വചനങ്ങൾ. അല്ല, സാർ ബിജെപിയോട് ഇത്രയും അടുത്ത് വർത്തിക്കുമ്പോൾ പത്മഭൂഷൺ കിട്ടുമല്ലേ? എനിക്ക് വേണ്ട. ഒരു പത്മഭൂഷൺ വല്ല വിലയുണ്ട? അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതൊക്കെ അന്തസ്സുണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. ഞാൻ വല്ല അവാർഡ് മേടിച്ചാൽ നിങ്ങൾ കേൾക്കും. പല അവാർഡുകൾക്കും വരുന്നുണ്ട്. നോ എന്ന് പറയും. നോ പ്രോബ്ലം. വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടല്ലോ, വാക്കിന് വിലയുള്ള, മലയാളത്തിൽ വാക്കിന് വിലയുള്ള ഒരേ ഒരാളാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഈ അവാർഡ് നോ വാങ്ങുകയേയില്ല. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, വെള്ളാപ്പള്ളി ഇത് വാങ്ങുകയില്ല. നിങ്ങളെന്താ പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഈ കമന്റിൽ നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം കേട്ടോ. ഒന്നാമത്തെ കാര്യം ഞാൻ താലേക്കെന്നറിയാം, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ഈ ചങ്ങയ്ക്ക് ഈ അവാർഡ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കിട്ടിയതിന്റെ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചു കാലമായിട്ട് കാണുന്ന ആ ഒരു കാര്യത്തിലായിരിക്കും. മലപ്പുറത്തെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും പച്ച വർഗീയത പറഞ്ഞല്ലേ, അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ ഈ അവാർഡ് ഇയാൾക്ക് കിട്ടിയത്? എന്തായാലും വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞ പട്ടിക്ക് പോലും വേണ്ടാത്ത അവാർഡില്ലേ, ആർക്കും വേണ്ടാത്ത അവാർഡ് കിട്ടിയതറിഞ്ഞിട്ട് ആകെ ഞെട്ടിത്തരിച്ചിട്ട് നമ്മളെ വെള്ളാപ്പള്ളി നമ്മളെ മാധ്യമങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിനി. ആ ഇന്റർവ്യൂവിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങളും ഞെട്ടും, ഞാനും ഞെട്ടും. ആ ഞെട്ടിക്കുന്ന കാര്യം കേട്ടി വന്നാലോ? മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് എനിക്ക് അവാർഡ് തന്നാലും ആവില്ല, അല്ലെങ്കിൽ പത്മഭൂഷൺ അവാർഡിന് വാല്യൂ ഇപ്പോൾ ഇല്ല എന്നൊക്കെയാണ്. നിങ്ങളിപ്പോ ഒരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം തൊഴിലതാണല്ലോ. കാരണം എനിക്ക് അവാർഡുകൾ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയാൻ കാരണം, ഡൽഹി ബേസിസും അവിടുന്ന് ഇവിടുന്നുമെല്ലാം ഡോക്ടറേറ്റ് തരാം, അവാർഡ് തരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കും, ക്ഷണിക്കും, മേടിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താന്നു പോകുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഈ സന്ദർഭത്തിൽ ഈ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അതിലൊരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്, ഈ നല്ല കാര്യം പറയുന്നതിനിടയ്ക്ക് നല്ലത് പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് വിവാദം സൃഷ്ടിച്ച് അതിൽ നിന്ന് റേറ്റ് വർദ്ധിപ്പിക്കാൻ നോക്കുക. ശരിയല്ല. കോൺഗ്രസ് സർക്കാരൊക്കെ അധികാരത്തിലായിരുന്നു, ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് ബഹുമതി എത്തുന്നത്. അത് കോൺഗ്രസിന്റെ മോശമൊന്നും അല്ലല്ലോ. ഓരോരുത്തരും തോന്നുന്നത് അവർക്ക് ഇപ്പോൾ തോന്നി. ഞാൻ പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരിരുന്നപ്പോൾ അവരെല്ലാം മോശക്കാരാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. കോൺഗ്രസ്സുകാർ ഒരുപാട് മരിച്ച് അവർ പലർക്കും കൊടുത്തു. അവർ കൊടുത്തവരെല്ലാം അത്ര മോശക്കാരല്ല. അവരെല്ലാം മാന്യന്മാരും മിടുക്കന്മാരും അർഹരുമായിരുന്നു. ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നു ഈ ഗവൺമെന്റ് എന്നപ്പോൾ. അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെ വരുത്തി അച്യുതാനന്ദന് കൊണ്ട് മരണശേഷം കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ മമ്മൂട്ടിക്ക് കൊടുക്കുന്നു. മോശമാണ് മമ്മൂട്ടി കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടുന്നത് അതേ സ്റ്റാൻഡേർഡ് കിട്ടുന്നത്. എന്റെ വെള്ളാപ്പള്ളി നടേശൻ ദയവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ അവാർഡും മമ്മൂട്ടിക്ക് കിട്ടിയ അവാർഡും ഉണ്ടല്ല, അത് രണ്ടും ഒരു തുലാസിൽ വെച്ച് തൂക്കാൻ നിൽക്കല്ലേട്ടാ. മമ്മൂട്ടിക്ക് കിട്ടിയത് അർഹതയുള്ള അംഗീകാരമാണ്. ആ അവാർഡ് ഉണ്ടല്ല, കിട്ടേണ്ട കാലം തന്നെ കഴിഞ്ഞു പോയി. കുറെ മുന്നേ മമ്മൂട്ടിക്ക് ഈ അവാർഡ് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയതിൽ നിങ്ങൾക്ക് മാത്രം, നിങ്ങളുടെ കുടുംബത്തിന് മാത്രം സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ആ അവാർഡ് ഉണ്ടല്ല, നിങ്ങൾ ദയവ് ചെയ്ത് മമ്മൂട്ടിയുടെ അവാർഡായിട്ട് കൂട്ടിക്കെട്ടാൻ നിൽക്കല്ല. പിന്നെ നിങ്ങൾ പഴയത് വിഴുങ്ങിയിട്ട് ഇപ്പം പറഞ്ഞ് അർഹതയുള്ളവർക്ക് മാത്രമാണ് ഈ അവാർഡ് കിട്ടുന്നത്. അർഹതയുള്ളവർക്കല്ല അവാർഡ് കിട്ടുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾക്ക് കിട്ടിയ അവാർഡ്. നിങ്ങൾക്ക് എന്തിന്റെ അർഹതയിലാണ്? നിങ്ങൾ തന്നെ പറ, നിങ്ങൾക്ക് എന്തിന്റെ അർഹതയിലാണ് നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയത്? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അങ്ങോട്ട് അർഹതയുള്ളവർക്കാണ് ഈ അവാർഡ് കിട്ടിയെന്നുള്ള ഡയലോഗില്ലേ, അതൊന്നും നിങ്ങൾ മാറ്റിപ്പിടിക്കണം. ഇനി അർഹതപ്പെട്ട മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയതിൽ കുറെ സംഖ്യക്ക് നല്ലോണം കുരുപൊട്ടുന്നുണ്ട്. കുറച്ച് ചാണക സംഖ്യയുടെ പോസ്റ്റ് കാണുമ്പോൾ തോന്നും ഇവര് കൊടുത്തെന്താ ഔദാര്യമാണ് മമ്മൂട്ടി കിട്ടിയ അവാർഡ് എന്ന്. നമുക്കെന്തായാലും അത്തരം കുരുപൊട്ടികളായ സംഖ്യയിലിട്ട 1-2 പോസ്റ്റുകൾ കണ്ടിട്ട് വന്നാലോ? ആദ്യത്തെ പോസ്റ്റ് സംഖ്യയുടെ എല്ലാമായ വിശകലിട്ട പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചിട്ട് വരാം. ഒരു രാജ്യസ്നേഹിക്കായി ഇങ്ങനെ ആനന്ദിക്കാൻ പറ്റൂ. സന്തോഷം മമ്മൂക്ക. എനിക്ക് മമ്മൂക്കാനോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. മമ്മൂക്ക, നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയതിനേക്കാളും എത്രയോ വലിയ സന്തോഷിക്കേണ്ട കാര്യമാണ് നമ്മുടെ വിശകല നിങ്ങളെ രാജ്യസ്നേഹി എന്ന് വിളിച്ച ആ അവാർഡ്. ഒരു മുസ്ലിം നാമധാരിയെ വിശകല അവരുടെ പോസ്റ്റിൽ രാജ്യസ്നേഹി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ
അതിലും വലിയൊരു അവാർഡ് മമ്മൂക്ക നിങ്ങൾക്ക് മുന്നേയും കിട്ടിയില്ല, ഇനി അങ്ങോട്ടും കിട്ടാനില്ല. ഇതാണ് നമ്മൾ വിശകല പറഞ്ഞ ഈ രാജ്യസ്നേഹം എന്നുള്ള അവാർഡല്ലേ, ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. എന്റെ വിശകലമാടം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഡയലോഗ് കേട്ടാ, അത് നമ്മളെ ഫാദർ ഫാസിൽ ഒരു സിനിമ പറഞ്ഞ ഡയലോഗാണ്. നീയല്ലേ രാജ്യസ്നേഹികളെ തീരുമാനിക്കുന്നത്, ഒന്ന് പോ മലർക്കൊടി പോലെ മലർക്കിളി പോലെ. കേട്ട വിശകലെ? അതുകൊണ്ട് വിശകലെ, മമ്മൂക്ക പണ്ടും രാജ്യസ്നേഹിയാണ്, ഇപ്പോഴും രാജ്യസ്നേഹിയാണ്, എപ്പോഴും രാജ്യസ്നേഹിയാണ്. അതുകൊണ്ട് മമ്മൂക്കാന്റെ രാജ്യസ്നേഹം അളക്കാനുള്ള ത്രാസ് ഉണ്ടല്ല, ആ ത്രാസും വിശകലയുടെ വീട്ടിലില്ല. ഇനി വിശകലയുടെ ഈ വിഷം കലർന്ന പോസ്റ്റിന് ശേഷം സംഗീതയുടെ വേറൊരു എല്ലാമായ കേസില്ലാ വക്കീലെ കൃഷ്ണരാജ് ഇട്ട പോസ്റ്റും കൂടി നമുക്കൊന്ന് വായിച്ചിട്ട് വന്നാലോ? പത്മ കഫേ, ഫാസിസ്റ്റ് വർഗീയ സർക്കാർ കൊടുക്കുന്ന പത്മ ഇക്ക സ്വീകരിക്കുന്നത് ഫാൻസ് എങ്ങനെ സഹിക്കുന്നതാ, അല്ലെങ്കിലും പേര് തന്നെ ശരിയല്ല പത്മ. അപ്പൊ കേസില്ലാ വക്കീൽ ഒരു കാര്യം സംബന്ധിച്ചല്ലേ, ഈ BJP സർക്കാർ ഫാസിസ്റ്റ് വർഗീയ സർക്കാരാണെന്നുള്ള സത്യം നമ്മളെ കൃഷ്ണരാജ് വക്കീൽ അറിയാതെയാണെങ്കിലും ഒന്ന് സമ്മതിച്ച്, നമ്മളെ മമ്മൂക്കനെ കളിയാക്കാനാണെങ്കിലും ആ സത്യം നിങ്ങൾ വിളിച്ചു പറഞ്ഞല്ല. ആ വിളിച്ചു പറഞ്ഞതിൽ എനിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്നു. പിന്നെ വക്കീലെ, നിങ്ങളെ വർത്താനം കേൾക്കുമ്പോൾ തോന്നുമ്പോഴുണ്ടല്ല, ഇത് നിങ്ങളുടെ ഒന്ന് തറവാട്ടെന്ന്, ആരുടെയും തറവാട്ടെന്ന് എടുത്തിരുന്ന അവാർഡൊന്നല്ലാട്ട ഈ പത്മ അവാർഡ്. പക്ഷെ നിങ്ങൾ BJPക്കാർ ഭരണത്തിൽ വന്ന ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രമേ 90% ഈ അവാർഡ് കൊടുത്തിട്ടുള്ളൂ. അതെല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് നിങ്ങളോടൊന്ന് ഞാൻ പറയട്ടെ, കൃഷ്ണരാജ് വക്കീലെ, മമ്മൂക്കക്ക് ഈ അവാർഡ് അർഹതപ്പെട്ടതാണ്. ഇന്ത്യയിൽ വേറൊരാൾക്കും അർഹതപ്പെട്ടതിനേക്കാളും അധികം മമ്മൂക്കക്ക് ഈ അവാർഡ് അർഹതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒറ്റക്കുള്ള സ്വയം കഠിനമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ അവാർഡ്. ഈ അവാർഡ് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ സഖികളെ, അദ്ദേഹത്തിന് അർഹതപ്പെട്ട ആ അവാർഡില്ല ഒരു നാൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളെ ചാണക സംഘങ്ങൾ കുറെ എണ്ണം പറയുന്നത് മമ്മൂക്കക്ക് കിട്ടിയ അവാർഡ് എന്തോ നിങ്ങൾ കൊടുത്ത ഔദാര്യമാണെന്ന്. നിങ്ങൾ കൊടുത്ത ഔദാര്യം ഉണ്ടല്ല, അത് വെള്ളാപ്പള്ളി കൊടുത്ത അവാർഡല്ലേ, അതാണ് നിങ്ങൾ കൊടുത്ത ഔദാര്യം, വർഗീയത പറഞ്ഞതിനുള്ള അംഗീകാരം. എന്തായാലും വെള്ളാപ്പള്ളി നടേശ്വരൻ ആ ചങ്ങായിക്കട്ടില്ല, ആ അവാർഡ് കിട്ടിയപ്പോ ആ അവാർഡിന്റെ തിളക്കം ലേശം കുറഞ്ഞു പോയെങ്കിലും മമ്മൂക്ക എന്ന വ്യക്തിക്ക്, ഏറ്റവും അർഹതപ്പെട്ട മമ്മൂക്ക എന്ന വ്യക്തിക്ക് ആ അവാർഡ് കിട്ടുമ്പോഴല്ല ആ അവാർഡിന്റെ തിളക്കം കുറച്ചുകൂടി കൂടുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും മമ്മൂക്കക്ക് അർഹതപ്പെട്ട് ഈ അവാർഡ് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ കുരുപൊട്ടുന്നത് കേരളത്തിലെ സംഘികക്കാണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എന്താ ചെയ്യ സംഘികളെ, നിങ്ങളുടെ കുരുപൊട്ടല് നിങ്ങൾ തന്നെ സഹിക്കണം. കാരണം മമ്മൂക്ക എന്ന വ്യക്തിക്ക് കിട്ടിയ അവാർഡ് അദ്ദേഹത്തിന് അർഹതപ്പെട്ട അവാർഡ് തന്നെയാണ്. അതുകൊണ്ട് 1-2 ദിവസം നിങ്ങൾ ഇങ്ങനെ കുരു പൊട്ടിക്കൊണ്ടേയിരിക്കും. കുരുണ്ടില്ല, ഇടക്കിടക്ക് പൊട്ടുന്നത് ശരീരത്തിന് നല്ലതാണ്. അപ്പൊ പത്മഭൂഷൺ കിട്ടിയ മലയാളത്തിന്റെ പ്രിയ മമ്മൂക്കാക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.